ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുകയാണ്. ഓണം അടുത്തില്ല, എല്ലാവരും ഓണ ഡ്രസ്സൊക്കെ എടുത്തോ? കാളം കുറുക്കൽ, പുളിയിഞ്ചി ഉണ്ടാക്കൽ, പിന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? ഞാനിപ്പോൾ ഇന്ന് പുളിയിഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രാവിലത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളാണ്. ഇന്ന് പുട്ടാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ചിരട്ടപ്പുട്ടുണ്ടല്ലോ, സ്റ്റീലിൻ്റെ, അതിലാണ് കേട്ടോ നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. അതിൽ ഉണ്ടാക്കുമ്പോൾ മനസ്സിനും ഒരു സന്തോഷമാണ് കേട്ടോ. അത് ഒറ്റ എണ്ണം കഴിച്ചാൽ മതി, വയറ് നിറഞ്ഞോളും. ഇതിങ്ങനെ കാണുമ്പോൾ കുഞ്ഞനാണെങ്കിലും കഴിക്കാൻ അറിയണ്ട കേട്ടോ. അപ്പം ഞാനിത് നമ്മൾക്ക് ഇതുപോലെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഇതൊന്ന് അമർത്തിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ ആവി വരും. നമ്മൾ കുടുക്കയിലൊക്കെ വെച്ചുണ്ടാക്കണേക്കാട്ടും പെട്ടെന്ന് തന്നെ ആവിയൊക്കെ വന്നു കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, ഇന്ന് പുളിഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പണികളൊക്കെ കഴിയുമ്പോഴേക്കും പുളി വെള്ളത്തിലിട്ട് വെച്ചാലേ പണികളൊക്കെ കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എനിക്കും ഏട്ടനുമുള്ള രണ്ട് പാത്രത്തിൽ മാത്രമാണ് കേട്ടോ പുട്ട് ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഒരു പഴം ഇരുന്നിരുന്നു, അപ്പോൾ അത് പുഴുങ്ങി പിന്നെ പപ്പടം കാച്ചാണ് കേട്ടോ ചെയ്യണത്. കുട്ടികൾക്കാണെങ്കിൽ പുട്ട് ഇഷ്ടമില്ല, പിന്നെ അതിലേക്ക് പഴമാണെങ്കിലും പപ്പടമാണെങ്കിലും ഒന്നും വലിയ താല്പര്യമില്ല കേട്ടോ. എന്നാൽ പിന്നെ അവരോട് തന്നെ നെയ്യ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ ടോസ്റ്റ് ചെയ്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരൊന്നും എണീച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ പോകുമ്പോഴേക്കും ഞാൻ കഴിക്കാനുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മുടെ പരിപ്പും മുരിങ്ങക്കായും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കായ ഉണ്ട് കേട്ടോ, നേന്ത്രക്കായ. അപ്പോൾ അത് ഉപ്പേരിയും കുറേ നാളായിട്ടോ നമ്മൾ കായ ഉപ്പേരി വെച്ചിട്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ കായ ഉപ്പേരി കഴിക്കുന്നത്? അപ്പോൾ എല്ലാവരും എന്താ ഓണവിശേഷങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ കളം കുറുക്കലും അവിയലുണ്ടാക്കലും ഡ്രസ്സ് എടുക്കലും ഒക്കെ കഴിഞ്ഞാന്നൊക്കെ ഒന്ന് പറയട്ടോ. കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇന്നും പതിവ് പോലെ കുട്ടികൾ നേരം വൈകിട്ടാണ് കേട്ടോ പൂക്കളൊക്കെ ഇടുന്നത്. അപ്പോൾ ഞാൻ എണീച്ച് വന്നപ്പോൾ കളമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക ചെയ്തത്. രാവിലെ തന്നെ മഴയാണ് കേട്ടോ. അത്തം വെളുത്തൂല, ഇനിയിപ്പോൾ നമ്മുടെ ഓണം കറുക്കുന്ന തന്നെയാണ്. ഓണം കൊളാവുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല മഴയുടെ ലക്ഷണമൊക്കെയാണ് ഇപ്പോൾ ഇന്ന് കാണുന്നത്. തുണികൾ കഴുകാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെച്ചെങ്കിലാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് പണിപാട്. ഇപ്പോൾ പ്രത്യേകിച്ചും കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പോയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 കല്യാണങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ പോയ കാരണം കൊണ്ട് നമുക്ക് ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാനും ഇടാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പോയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഒക്കെ കഴുകാമെന്നൊക്കെ വിചാരിച്ചിട്ട്, പ്രത്യേകിച്ച് ഈ വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അവിടെ ഇവിടെ ഒന്നും ഇടാനൊന്നും പറ്റില്ല. അപ്പോൾ വിരിച്ചിട്ട് തന്നെ വേണം, അല്ലെങ്കിൽ ഇതാന്ന് പറയുമ്പോഴേക്കും കരിമ്പൽ വരും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് കേട്ടോ. രാവിലെ ആയപ്പോഴേക്കും കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് കേട്ടോ കഴുകാനുള്ളത്. ഇന്നലെ പോകുമ്പോഴും മിനിഞ്ഞാന്ന് പോകുമ്പോഴും ഒക്കെ ഇട്ട ഡ്രസ്സുകളുണ്ടല്ലോ. അപ്പം ഞാൻ പറയുന്നത് പുറത്തേക്ക് നോക്കി നല്ല മഴയാണ്, ഇത് കഴുകിടാനൊന്നും പറ്റില്ല. ഇപ്പം എന്തായാലും നമുക്കതാണെങ്കിൽ നമ്മൾ മെഷീനിലിടാറില്ല, ഡ്രയറിലിടാറില്ലല്ലോ. കലക്കല്ലിൽ കുത്തി കഴുകിയിട്ട് അങ്ങനെ അവിടെ വിരിച്ചിടലാണ്, അങ്ങനെയാണ് കേട്ടോ ഉണക്കാറുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ മഴ തോരാതെ നിൽക്കുന്ന കാരണം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതെ ഇനി പപ്പടം കാച്ചിയാണ് കേട്ടോ. അപ്പോൾ കുക്കറിൽ നമ്മൾ ഒന്നിൽ പഴം പുഴുങ്ങാനായിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു ഇത്തിരി ശർക്കരയൊക്കെ ഇട്ടിട്ട്, എനിക്ക് എപ്പോഴും അതായിട്ട് ശർക്കര ഇട്ടിട്ട് പഴം പുഴുങ്ങിയാലാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിൽ ഒന്ന് ലാസ്റ്റ് വെള്ളത്തിലുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുമല്ലോ കേട്ടോ. ഒരു വിസിൽ വരത്തില്ല, അപ്പോഴേക്കും ഓഫ് ചെയ്തിടും. എന്നിട്ട് പിന്നെ അതിലുണ്ടെങ്കിലേ ആ ശർക്കര ഇതുണ്ടല്ലോ നീര്, അപ്പോൾ അത് ഒന്ന് വറ്റിക്കും കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ആ പഴത്തുറപ്പിനെ തന്നെ. എന്നിട്ട് അതിലൊരു കുറുകുറുങ്ങനെ ആവുന്ന സമയത്ത് പഴം അതിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ, മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴം ഫുള്ള് മധുരമൊക്കെ പിടിച്ചിട്ട് ഇത്തിരി പഴുപ്പ് വേണം കേട്ടോ. എന്നാൽ നല്ല പഴുത്ത് ചീഞ്ഞതും അല്ല, അങ്ങനത്തെ പഴമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോഴേക്കിതേ നമ്മുടെ പുട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം ആദ്യമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് 2 പാത്രത്തിലേക്കുള്ളതാണ്. നമുക്കിതിൽ ഞാൻ പറഞ്ഞോളൂ, ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഷേപ്പിൽ ഇങ്ങോട്ട് കിട്ടിക്കോളും. പെട്ടെന്ന് തന്നെ വേവും ചെയ്യും കേട്ടോ. ഇത് നമുക്ക് പുട്ടുപാനിയിൽ വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പെട്ടെന്ന് നമുക്ക് കുക്കറിലാണ് സൗകര്യം. എനിക്കാണെങ്കിൽ ആ കുക്കറുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെയിറ്റ് തീരെ ഇല്ല. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കാനാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതേ ഞാൻ നമ്മുടെ കുക്കറിൽ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലൊരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് അങ്ങനെ അതിലിട്ടിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ പഴം പുഴുങ്ങിയതും പപ്പടവും പുട്ടൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഞാനും ഏട്ടനും കഴിച്ചപ്പോഴേക്കും മക്കൾ എണീച്ച് വരുന്നുണ്ട് കേട്ടോ ഓരോരുത്തരും. അപ്പോൾ അതേ പൂക്കളുടെ അച്ചുമോളാണ് ഇരിക്കുന്നത്. ചാച്ചിക്കുട്ടിയാണ് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കണതൊക്കെ ചാച്ചിക്കുട്ടിയാണ് കേട്ടോ. പിന്നെ അടുത്തുനിന്ന് പൊട്ടിച്ച് കൊടുക്കാനൊക്കെയുണ്ടല്ലോ,
അപ്പോൾ അതേ ഒരു മാങ്ങന്നറിയുടെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ചെടി. അപ്പോൾ അത് പൊട്ടിച്ച് ചാച്ചുകുട്ടിയാണ് കൊണ്ടുവന്ന് കൊടുക്കുക. പിന്നെ അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും കേട്ടോ. മൂർച്ചയില്ലാത്ത ഒരു കത്രിക ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ചാച്ചുകുട്ടി കട്ട് ചെയ്ത് കൊടുക്കും. അച്ചുമോള് പൂക്കളിടും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയേ നിന്നു കേട്ടോ. മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മഴ ഒന്ന് തോരട്ടെ എന്ന് പറഞ്ഞിട്ട് പൂക്കളിടാനായിട്ട് ഇത്തിരി കൂടെ വൈകി. ഞാനിത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പരിപ്പും തക്കാളിയും കൂടെ കുക്കറിൽ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് വെള്ളം കുറച്ച് ഒഴിച്ചോളൂ. എന്താ വെച്ചാൽ പെട്ടെന്ന് തിളച്ചങ്ങോട്ട് പോവും ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ. അപ്പോൾ അതിൽ വെള്ളം കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. തുറന്നു നോക്കിയപ്പോഴേക്കും അപ്പോൾ ഞാൻ മുരിങ്ങക്കായൊക്കെ തോലൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഇടാന്ന് വെച്ചാൽ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. നമ്മൾ പരിപ്പിൻ്റെ ഒപ്പം തന്നെ മുരിങ്ങക്കായ ഇടുമ്പോൾ ഒക്കെ വെന്ത് ഇതാവുമല്ലോ. അപ്പോൾ ഈ സമയത്താണ് കേട്ടോ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ വേവുമല്ലോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിരിത് വെന്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ അതേ കായ ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കായൊക്കെ അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഈ വെള്ളം കളഞ്ഞതിന് ശേഷം വേറെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി കഴുകിയെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുക. ഇനിയിപ്പോൾ കറിക്കുള്ള അരപ്പ് ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ പച്ചക്കറിയൊക്കെ വയ്ക്കുന്ന സമയത്ത് കൂടുതൽ മുളക് പൊടി ഇട്ട് കൊടുക്കാതെ പച്ചമുളക് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ ആ കറിക്ക് ഒന്നുകൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് പരിപ്പ് വേവിക്കുന്ന കൂട്ടത്തിൽ പരിപ്പും തക്കാളി ആദ്യം വേവിക്കില്ല കൂട്ടത്തിൽ നമുക്ക് മുളക് കീറിയിട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ നാളികേരം അരയ്ക്കുന്ന സമയത്ത് അതിൽ ഇട്ട് കൊടുത്താലും മതി. അപ്പം ഞാനിപ്പോൾ ഒരു മുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല എരിവുള്ള ഉണ്ടമുളക് ഉണ്ടല്ലോ അതല്ല. പിന്നെ അങ്ങാടി മുളകൊക്കെ ആകുമ്പോൾ 4 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് അരച്ച് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കണമല്ലോ. ഓരോ സ്ഥലത്തും ഓരോ പേരാണല്ലേ പറയുക. ചില സ്ഥലത്തൊക്കെ ഇഞ്ചിക്കറി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മളൊക്കെ പുളിയിഞ്ചി എന്നാണ് കേട്ടോ പറയാറുള്ളത്. നിങ്ങളവിടെയൊക്കെ എന്താ പറയാനൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് പിഴിഞ്ഞെടുക്കണേക്കാട്ടിലും ഒന്നും കൂടി ഒരു കട്ടി ഉണ്ടാവും കേട്ടോ. അങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് പിന്നെ നല്ലോണം അതിന് പിഴിഞ്ഞ് പോരുകയും ചെയ്യും. പിന്നെ കുറേ അധികം നമുക്ക് തവണ അങ്ങനെ പുളി പിഴിഞ്ഞെടുക്കാനും പറ്റില്ലല്ലോ. വെള്ളം കൂടിയാൽ പുളിഞ്ചി ആവാനും വൈകില്ല. അപ്പോൾ ഇത്തിരി കട്ടിക്ക് തന്നെയാണ് നമ്മളെപ്പോഴും പിഴിഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ അദ്ദേഹം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ. നല്ല പുളിയാണ് കേട്ടോ. നല്ല കറുത്തതല്ല, എന്നാൽ നല്ല പുളിയാണ്. നല്ല കറുത്ത പുളി മേടിച്ചാൽ നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ സാമ്പാർ ഇങ്ങനെ കറുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് നല്ല അടിപൊളി പുളിയായിരുന്നു കേട്ടോ. നല്ല ഉപ്പുണ്ട് അതിൽ. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനിപ്പോൾ പുളിയിഞ്ചിയിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഞാൻ അതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അതങ്ങനെ അടച്ചു വെച്ചു. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മുടെ കറിയും ഒക്കെ ആയി വരുമ്പോഴേക്കും അത് ചൂടൊക്കെ ആറിക്കോളും. അപ്പോൾ നമുക്കതൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് പുളിഞ്ചി ഉണ്ടാക്കാം. പുളിഞ്ചി ഉണ്ടാക്കണത് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഒന്നിപ്പോൾ അതിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. ഒന്നിപ്പോൾ വേഗം ഇടുന്ന ഒരു സമയത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു പുറത്തിറങ്ങാനും പറ്റുന്നില്ല. പുറത്തൊക്കെ മഴയാണ്. അപ്പോൾ പുറത്തെ പണികളൊന്നും ചെയ്യാൻ എന്തായാലും പറ്റുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഉള്ളിലുള്ള പണികളൊക്കെ ഒരുവിധം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഓണം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചവിട്ടികളും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം മുന്നേ നമ്മൾ കഴുകിയിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള പണികളൊന്നുമില്ല കേട്ടോ. എന്നാലും നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്നും കൂടെ ഉത്രാടത്തിനൊക്കെ മുന്നേറ്റ് കഴുകണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതേ നമ്മൾ കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഒക്കെ തിളച്ചു. അപ്പോൾ ഞാൻ മുളക് പൊടി ഇടാൻ മറന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി ആ സമയത്ത് ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കില്ല. ആ കൂട്ടത്തിൽ ലാസ്റ്റ് ഈ ചീനച്ചട്ടിയിൽ തന്നെ മുളകും പൊടി കുറച്ചല്ലേ ഇടുന്നുള്ളൂ. ഒരു എന്തായാലും പച്ചമുളക് ഉണ്ടാവും. അപ്പോൾ അത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കടുകും പിന്നെ ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നല്ല അടിപൊളി കറി റെഡിയായി. അവിയലിക്കൊക്കെ ഉള്ള നമ്മുടെ മുരിങ്ങക്കായൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഓണത്തിനുള്ളത്. അപ്പോൾ അതിൽ അധികം ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ എന്തായാലും ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇപ്പോൾ ഇത്. അപ്പോൾ സാമ്പാറിലേക്കും പിന്നെ അവിയലിലേക്കും ഉള്ളതൊക്കെ നമ്മൾ എടുത്ത് വെച്ചു കേട്ടോ. ചേന, കുമ്പളങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ചാച്ചിക്കുട്ടിക്ക് അവിയൽ സ്കൂളിലേക്ക് കൊണ്ടുപോകണമായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് മേടിച്ചതാണ് കേട്ടോ. അപ്പം അതിൽ ഉണ്ടാവും എന്തായാലും. അപ്പോൾ മുരിങ്ങക്കായ മിനിഞ്ഞാന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് എന്നെടുത്തിട്ട് ഒരു കറി കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കിതേ നമ്മുടെ ഉപ്പേരിക്കുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് നമ്മുടെ കുത്തുമുളക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. മുളകൊക്കെ ഞാൻ കഴുകി ഉണക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ലോണം പൊടിക്കാനുള്ള ഒരു ഉണക്കായിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും മഴ പിടിച്ചില്ല. ഇന്നലെ ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ നല്ല വെയിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അന്ന് മുളക് കഴുകിയ ദിവസം നല്ല വെയിലൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ വല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചാൽ ഒന്നുകൂടി നല്ലോണം ഉണങ്ങണം, അല്ലെങ്കിൽ കഴുകിയത് കാരണം കൊണ്ട് പെട്ടെന്ന് പൂക്കും. അപ്പോൾ ഇപ്പം അടുപ്പും ഇപ്പോൾ കത്തിക്കാത്ത കാരണം കൊണ്ട്, അല്ലെങ്കിൽ അടുപ്പിൻ്റെ അവിടെയൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ അതിന് ഉണങ്ങിക്കോളും. കുറച്ച് വെള്ളം കേട്ടോ, 1/2 കിലോ വെള്ളം. അപ്പോൾ അത് കുത്തിപ്പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കഴുകി ഉണക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം നടന്നിട്ടില്ല. അപ്പോൾ അതേ നമ്മുടെ മുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള കായൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. നല്ല കനം കുറച്ചിട്ടാണ് കേട്ടോ ഞാനത് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒന്ന് ആവി കയറുമ്പോഴേക്കും വെന്തോളും. അല്ലെങ്കിൽ നമുക്ക് കുക്കറിലൊന്ന് ഒരു വിസിൽ വന്നാൽ പിന്നെ അങ്ങനെ കാച്ചെടുക്കാം കേട്ടോ, പെട്ടെന്ന് ആവും. ഇതിപ്പോൾ അത് കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു. ഒരിത്തിരി വെള്ളം നനവ് വേണമല്ലോ, അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുറത്ത് പോയി നോക്കുമ്പോഴേക്കും നല്ല മഴ പെയ്യുന്നുണ്ട്. പുറത്ത് കുടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുടയൊക്കെ പറന്നു പോയിട്ട് അതിലൊക്കെ വെള്ളമായിട്ട് നിൽക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങാനും വയ്യ, കാല് നനയ്ക്കാനും വയ്യ എന്ന് പറഞ്ഞോണം ഞാൻ കുടയൊന്നും എടുത്ത് വെക്കാനായിട്ട് മടിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് മഴയൊക്കെ കണ്ടു. പിന്നെ ഈ തറ കെട്ടിയത് കൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് നാശമൊന്നുമില്ല കേട്ടോ. താഴത്തൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴുകി പോകുമ്പോൾ അങ്ങനെ പൂക്കളൊക്കെ ഒഴുകി പോകില്ല. ഇപ്പം അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.